പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളിൽ ഒന്നായിരുന്നു ചലച്ചിത്ര അക്കാദമിയുടെ പ്രവർത്തനം എന്നത്. ചലച്ചിത്ര അക്കാദമിയുടെ അമരത്തേക്ക് രഞ്ജിത്ത് കടന്നു വന്നതോടുകൂടി ചില വിമർശനങ്ങൾ ഉൾപ്പെടെ ഉണ്ടാകുന്ന സാഹചര്യം ആണ് ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് വിവാദ ഘട്ടങ്ങളിൽ അടക്കം രഞ്ജിത്തിനെ സഹായിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന നിലപാട് പിണറായി വിജയൻ സർക്കാർ സ്വീകരിക്കുന്നു എന്നുള്ളതായിരുന്നു ആ വിമർശനം. അതിനിടെയായിരുന്നു ഗുരുതരമായ ആരോപണം ബംഗാളി നടിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ആ ആരോപണത്തെ തുടർന്ന് പിന്നീട് രഞ്ജിത്തിന് തലസ്ഥാനത്ത് നിന്ന് രാജിവെക്കേണ്ടതായി വന്നു. പിന്നീട് പ്രേംകുമാർ ആയിരുന്നു താൽക്കാലികമായെങ്കിലും അക്കാദമിയുടെ ചെയർമാൻ എന്ന തരത്തിലുള്ള ചുമതല നിർവഹിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ പ്രേംകുമാറിന്റെ രാഷ്ട്രീയ നിലപാടുകളിലെ വ്യതിയാനം അത് വീണ്ടും സർക്കാരിന് ചൊടിപ്പിച്ച പശ്ചാത്തലമുണ്ടാകുന്നു. പ്രത്യേകിച്ച് ആശാവർക്കർമാരുടെ സമരം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഏറ്റവും ഒടുവിൽ റസൂൽ പൂക്കുട്ടിയെ ആയിരുന്നു ഈ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനത്തേക്ക് സംസ്ഥാന സർക്കാർ നിയോഗിച്ചത്. എന്നാൽ ഭരണം മാറിയതോടുകൂടി റസൂൽ പൂക്കുട്ടി സ്ഥാനം ഒഴിയുകയും ചെയ്തു. അപ്പോൾ ഇനി ആരാകും ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനത്തേക്ക് വരിക എന്ന ചോദ്യം പ്രസക്തമാവുകയാണ്. അവിടെ കഴിഞ്ഞ സർക്കാരിന്റെ കാലഘട്ടത്തിൽ വിവാദങ്ങൾ കൂടി രൂപപ്പെട്ട പശ്ചാത്തലത്തിൽ സർക്കാർ സംവിധാനങ്ങളോട് ചേർന്ന് നിൽക്കുകയും വിവാദങ്ങളിൽ പെടാൻ സാധ്യത ഇല്ലാത്തതുമായ പേരുകൾക്ക് പരിഗണന നൽകുന്നു എന്നതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട നിയമനം നടക്കും എന്ന സൂചനകളും വരുന്നുണ്ട്. കാരണം ഇപ്പോൾ തന്നെ രാജ്യാന്തര തലത്തിൽ അറിയപ്പെടുന്ന ചലച്ചിത്രമേളകളിൽ ഒന്നായി തിരുവനന്തപുരത്തെ ചലച്ചിത്രമേളയടക്കം മാറിയിട്ടുണ്ട്. അതിൻ്റെ സംഘാടനം, മുന്നോട്ട് പോക്ക് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളൊപ്പം സിനിമാ മേഖലയിൽ തന്നെ ഒട്ടേറെ വിവാദ വിഷയങ്ങൾ ഉണ്ട് എന്നതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അക്കാദമിയുടെ ചെയർമാനെ നിശ്ചയിക്കും എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അതിലേക്ക് ഉയർന്നു വരുന്ന പേരുകൾ ഏതൊക്കെയാണ്, എന്താണ് സാധ്യത എന്നതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഡാൻ കുര്യൻ ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അതിനു മുമ്പ് ഞാൻ ആ പേരുകളിലേക്ക് വളരെ പെട്ടെന്ന് പോകുന്നത്, ഇപ്പോൾ പ്രഥമ പരിഗണന ചെയർമാൻ സ്ഥാനത്തേക്ക് ലഭിക്കുന്നത് ജോയ് മാത്യു എന്ന സിനിമാ പ്രവർത്തകനാണ് എന്നുള്ളതാണ്. അദ്ദേഹം ചലച്ചിത്ര സംവിധായകനാണ്, നടനാണ്, തിരക്കഥാകൃത്താണ്, ഒപ്പം നാടകരംഗത്ത് ഉൾപ്പെടെയുള്ള പ്രവൃത്തി പരിചയം ഉണ്ട്. ഒപ്പം സാംസ്കാരിക വേദികളിലെ നിലവിലെ നിറസാന്നിധ്യങ്ങളിൽ ഒന്നുകൂടിയാണ് ജോയ് മാത്യു എന്നുള്ളതാണ്. വളരെ കൃത്യമായ ചില രാഷ്ട്രീയ നിലപാടുകളും തൻ്റെതായ അഭിപ്രായങ്ങളും എല്ലാ വിഷയങ്ങളിലും പ്രകടിപ്പിക്കാറുള്ള ജോയ് മാത്യു പലപ്പോഴും UDF അല്ലെങ്കിൽ കോൺഗ്രസിന് അനുകൂലമാകുന്ന നിലപാടുകൾ ആണ് സ്വീകരിച്ചിട്ടുള്ളത്. LDF സർക്കാരിൻ്റെ വലിയൊരു വിമർശകൻ കൂടിയായ ജോയ് മാത്യു അക്കാദമി ചെയർമാനായി വരുവാനുള്ള സാധ്യത വളരെ കൂടുതൽ എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ അത്തരം ചർച്ചകൾ പുരോഗമിക്കുന്നു എന്നതാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന വിവരം. മറ്റൊന്ന് ദീപു കരുണാകരന്റെ പേരാണ്. സംവിധായകനും എഴുത്തുകാരനും നിർമ്മാതാവും നടനുമാണ് ദീപു കരുണാകരൻ. ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ കോൺഗ്രസ് പാരമ്പര്യം ഉള്ള സിനിമാ പ്രവർത്തകൻ കൂടിയാണ് ദീപു കരുണാകരൻ എന്നുള്ളതാണ്.